ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കണക്കനുസരിച്ച് ഇന്ന് ഇന്ത്യയിലെ മ്യൂച്വൽ ഫണ്ട് ഇൻഡസ്ട്രി ഹാൻഡിൽ ചെയ്യുന്ന അസറ്റ് എന്ന് പറയുന്നത് ഏകദേശം 158 ലക്ഷം കോടി രൂപയിൽ കൂടുതലാണ്. ആയിരക്കണക്കിന് ഫണ്ടുകൾ അവൈലബിൾ ആണ്. നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുമ്പോൾ ഒരു ഫണ്ട് തിരഞ്ഞെടുക്കുക എന്നത് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. അസറ്റ് മാനേജ്മെൻറ്റ് കമ്പനികൾ അനുദിനം പുതിയ തരത്തിലുള്ള പ്രോഡക്റ്റുകൾ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നിക്ഷേപം നടത്തുമ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കുന്ന ഫണ്ടിൽ എന്തെങ്കിലും ഒരു സ്പെഷ്യാലിറ്റി ഉണ്ടായിരിക്കണം. അല്ല എങ്കിൽ പലപ്പോഴും നമ്മൾ ചെയ്യുന്നത് ഒരു ഡ്യൂപ്ലിക്കേഷനായി പോകും. നിങ്ങളിൽ പലരും മ്യൂച്വൽ ഫണ്ടുകളിൽ റെഗുലറായിട്ട് നിക്ഷേപം നടത്തുന്ന വ്യക്തികളായിരിക്കാം. പുതിയതായിട്ട് ഫണ്ടുകൾ ലോഞ്ച് ചെയ്യുമ്പോഴും അതേപോലെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കുമ്പോഴും അതിലെന്തെങ്കിലും ഒരു പ്രത്യേകത ഉണ്ടെങ്കിൽ നന്നായിരിക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് അതേപോലെയുള്ള ഫണ്ടുകളെക്കുറിച്ചാണ്. സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകൾ, സ്പെഷ്യൽ സിറ്റുവേഷൻ ഫണ്ടുകൾ എന്ന പേരുകളിൽ മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കഴിഞ്ഞ 2-3 മാസക്കാലത്തിനുള്ളിൽ പല മ്യൂച്വൽ ഫണ്ടുകളും ഇതേപോലെ സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകളും ഇക്വിറ്റി ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകളും മറ്റും ലോഞ്ച് ചെയ്യുന്നുണ്ട്. എന്താണ് സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകളുടെ പ്രത്യേകത? അതോടൊപ്പം തന്നെ ഞാൻ വർഷങ്ങൾക്ക് മുന്നേ ഇതേപോലെ ഒരു സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിൽ, ഇക്വിറ്റി ഓപ്പർച്യൂണിറ്റി ഫണ്ടിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം, അതിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണ്, ഇതേപോലെയുള്ള സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകൾ എങ്ങനെയുള്ള റിട്ടേൺസ് ആയിരിക്കാം നമുക്ക് ഭാവിയിൽ ജനറേറ്റ് ചെയ്തു തരാൻ പോകുന്നത്. സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് നോർമലി ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു ഫ്ലെക്സി ക്യാപ്പ് ഫണ്ട് പോലെ തന്നെയാണെങ്കിലും ഫണ്ട് മാനേജർ ഇതിൽ തിരഞ്ഞെടുക്കുന്ന ഷെയറുകൾക്ക് അല്ലെങ്കിൽ അണ്ടർലൈയിങ് അസറ്റ്സിന് പ്രത്യേകതയുണ്ടാവാം. ഇതൊരു ഡൈവേഴ്സിഫൈഡ് പോർട്ട്ഫോളിയോയാണ്. ആ പോർട്ട്ഫോളിയോയിൽ തന്നെ 50 ഷെയറുകൾ ഉണ്ടെങ്കിൽ അതിലെന്തെങ്കിലും പ്രത്യേകതയുള്ള ഒരു 5-10 കമ്പനികളുടെ ഷെയറുകൾ ഉണ്ടാവാം. ബേസിക്കായിട്ടും ഫണ്ട് മാനേജേഴ്സ് എയിം ചെയ്യുന്നത് അവർ റിസർച്ചിൽ നിന്നും മറ്റും അവർ മനസ്സിലാക്കിയ അല്ലെങ്കിൽ അവർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്ത പല കമ്പനികളും ഇപ്പോൾ മാർക്കറ്റിൽ നന്നായിട്ട് പെർഫോം ചെയ്യാത്ത കമ്പനികളായിരിക്കാം. പല കാരണങ്ങൾ കൊണ്ടും ആ കമ്പനിക്ക് പ്രസൻറ്റിൽ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല. ഫ്യൂച്ചറിലേക്ക് പല റീസ്ട്രക്ചറിങ് കാര്യങ്ങളും ആ കമ്പനി പ്ലാൻ ചെയ്യുന്നുണ്ടാവും. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി ഇന്നത്തെ സിറ്റുവേഷനിൽ, അതായത് കുറഞ്ഞ പ്രൈസിൽ അതേപോലെയുള്ള സ്റ്റോക്കുകൾ വാങ്ങി ഫ്യൂച്ചറിലേക്ക് കീപ്പ് ചെയ്ത്, കാരണം ഇതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുമ്പോൾ പേഷ്യൻസ് വേണം. ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ചിലപ്പോൾ 1 വർഷം കൊണ്ടോ ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിച്ചെന്ന് വരികയില്ല. ചില സമയങ്ങളിൽ 3-4 വർഷം ഇതിനു വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇപ്പം ഇന്നത്തെ സിറ്റുവേഷനിൽ ഈ കമ്പനികളുടെ ഷെയർ പ്രൈസ് വളരെ ലോ ലെവലിലായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. ഇതേപോലെയുള്ള ഓപ്പർച്യൂണിറ്റീസ് റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ച് ആ അവസരങ്ങൾ മുതലാക്കി ഫ്യൂച്ചറിൽ നടക്കാൻ പോകുന്ന ഒരു ഇവൻറ്റിനെ ഇപ്പോൾ തന്നെ മനസ്സിലാക്കി അതിന് നിക്ഷേപം നടത്തി നല്ലൊരു ലാഭം യൂണിറ്റ് ഹോൾഡേഴ്സിന് ഉണ്ടാക്കി കൊടുക്കുക എന്നതാണ് ബേസിക്കായിട്ട് ഇതേപോലെയുള്ള സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ് പല കമ്പനികളും മെർജേഴ്സ് ആൻഡ് അക്യൂസിഷനൊക്കെ നടത്താറുണ്ട്. അതോടൊപ്പം തന്നെ വരാനിരിക്കുന്ന അല്ലെങ്കിൽ പ്രതീക്ഷിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ പോളിസി അല്ലെങ്കിൽ റെഗുലേറ്ററി ചേഞ്ചസ് ഉള്ള എന്തെങ്കിലും ഇന്നൊവേഷൻ, ഇപ്പോൾ റിസർച്ച്, പല കമ്പനികളും പല പ്രോഡക്റ്റുകളെക്കുറിച്ച് ഇന്നൊവേഷൻ അല്ലെങ്കിൽ റിസർച്ച് നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളായിരിക്കാം. അപ്പം അതേപോലെയുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ആ കമ്പനികളുടെ പ്രോഡക്റ്റ് ഫൈനൽ സ്റ്റേജിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് അവർ ഒരുപാട് എമൗണ്ട് സ്പെൻഡ് ചെയ്യേണ്ടി വരും. അതോടൊപ്പം തന്നെ ചിലപ്പോൾ ടൈം കൺസ്യൂമിങ് ആയിട്ടുള്ള ഒരു പ്രോസസ്സായിരിക്കാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഇനീഷ്യൽ സ്റ്റേജിൽ മനസ്സിലാക്കി അതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുക. അതുപോലെ പല കമ്പനികളും ടെമ്പററി ആയിട്ട് പല റീസൺ കൊണ്ടും, ആ കമ്പനി സ്പെസിഫിക് ആയിട്ടുള്ള റീസൺ കൊണ്ടോ അല്ലെങ്കിൽ മറ്റ് ഇക്കണോമിക് റിലേറ്റഡ് ആയിട്ടുള്ള റീസൺ കൊണ്ടോ ഇപ്പോൾ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടാവുകയില്ല. ഇക്കോണമി റിക്കവറി ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ആ കമ്പനിയിലെ റീസ്ട്രക്ചറിങ് നടന്നു കഴിയുമ്പോൾ ആ കമ്പനി നന്നായിട്ട് പെർഫോം ചെയ്യാം, കൂടുതൽ ലാഭം ഉണ്ടാക്കാം. ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയും പല കമ്പനികളിലും ഫണ്ട് മാനേജേഴ്സ് നിക്ഷേപം നടത്താറുണ്ട്. കഴിഞ്ഞ 2-3 മാസങ്ങൾക്കിടയിൽ ഇന്ത്യയിൽ 3 ഇതേപോലെയുള്ള സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. കോട്ടക് സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, സാംകോ സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, വൈറ്റോക്ക് സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്. ഈ ഫണ്ടുകളുടെ പെർഫോമൻസിനെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നില്ല, കാരണം ഇതെല്ലാം റീസെൻ്റായിട്ട് NFO ത്രൂ ലോഞ്ച് ചെയ്തിരിക്കുന്ന ഫണ്ടുകളാണ്. എന്നാൽ വർഷങ്ങൾക്ക് മുന്നേ ലോഞ്ച് ചെയ്ത 2-3
സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടുകളുണ്ട്. അതിലൊരു ഫണ്ടിൽ ഞാൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസും ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഇൻവെസ്റ്റ്മെൻറ്റുകളിൽ എന്തെങ്കിലും പ്രത്യേകതകൾ ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് ഇതേപോലെയുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതേപോലെയുള്ള ഫണ്ടുകളുടെ പ്രത്യേകത, നിങ്ങൾക്ക് ചെറിയ പീരീഡിൽ അല്ലെങ്കിൽ നിക്ഷേപം നടത്തി 1 വർഷം കൊണ്ടോ 2 വർഷം കൊണ്ടോ ഇതിൽ നിങ്ങൾക്ക് ഫുള്ള് ബെനിഫിറ്റ് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ഞാൻ ആദ്യമേ മെൻഷൻ ചെയ്തതുപോലെ തന്നെ ഇപ്പോഴും നിക്ഷേപങ്ങൾ നടത്തിയിരിക്കുന്ന പല കമ്പനികളും അവർ ഇനീഷ്യൽ സ്റ്റേജിലായിരിക്കാം, അല്ലെങ്കിൽ പല ഡെവലപ്മെൻറ്റ് പ്രോസസ്സും നടന്നുകൊണ്ടിരിക്കുകയായിരിക്കാം. ഇതെല്ലാം ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. മിനിമം 5 വർഷത്തിൽ കൂടുതൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യമുള്ള വ്യക്തികൾ മാത്രമാണ് ഇതേപോലെയുള്ള സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റി ഫണ്ടുകളോ സ്പെഷ്യൽ സിറ്റുവേഷൻ ഫണ്ടുകളോ തിരഞ്ഞെടുക്കാവുള്ളൂ. ഇപ്പോൾ എൻ്റെ ഒരു കേസ് എടുത്താൽ തന്നെയും ഫ്രാങ്ക്ലിൻ ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. ഇത് കുറച്ച് വർഷങ്ങൾക്ക് മുന്നേ ലോഞ്ച് ചെയ്ത ഫണ്ടാണ്. ഞാൻ 2015 മുതൽ ഈ ഫണ്ടിൽ SIP റൂട്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നുണ്ട്. ഞാൻ ആദ്യമേ നടത്തിയ SIPയുടെ NAV എന്ന് പറയുന്നത് 15 രൂപ 79 പൈസയായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഈ ഫണ്ടിൻ്റെ NAV എന്ന് പറയുന്നത് 246 രൂപ 71 പൈസയാണ്. ഇതിൽ നിന്ന് ഏകദേശം എനിക്ക് 211% ആബ്സല്യൂട്ട് റിട്ടേൺസ് ലഭിച്ചിട്ടുണ്ട്. ഫണ്ട് കഴിഞ്ഞ ഒരു വർഷം കൊടുത്തിരിക്കുന്ന ആനുവലൈസ് റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 73% ആണ്. 2 വർഷത്തെ റിട്ടേൺസ് എന്ന് പറയുന്ന ഏകദേശം 46.45%, 3 ഇയർ റിട്ടേൺസ് ഏകദേശം 30%, 5 ഇയർ റിട്ടേൺസ് ഏകദേശം 25%, 10 ഇയർ ഏകദേശം 18.7% ആണ്. ഞാനിവിടെ പറയുന്നത് ആനുവലൈസ് റിട്ടേൺ ആണ്. ഇത് ആബ്സല്യൂട്ട് റിട്ടേൺ ടൈംസിലേക്ക് കൺവേർട്ട് ചെയ്ത വലിയ ഫിഗർ ആയിരിക്കും. 10 വർഷത്തെ റിട്ടേൺസ് എന്ന് പറഞ്ഞാൽ ഏകദേശം 460% വരാം. 5 വർഷം ഇതിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ആബ്സല്യൂട്ട് റിട്ടേൺ എന്ന് പറഞ്ഞാൽ ഏകദേശം 200%. പറഞ്ഞാൽ 5 വർഷം കൊണ്ട് ഇതിൽ നടത്തിയിരിക്കുന്ന നിക്ഷേപം 200% കൂടുതൽ ഇതിൽ നിന്ന് ലാഭം ലഭിച്ചു എന്നാണ്. ഇത് കൂടാതെ ആക്സിസ് മ്യൂച്വൽ ഫണ്ടിൻ്റെ സ്പെഷ്യൽ സിറ്റുവേഷൻ ഫണ്ട് എന്ന് പറഞ്ഞൊരു ഫണ്ടുണ്ട്. ആ ഫണ്ടിൽ ഞാൻ നടത്തിയിരിക്കുന്നത് ഡിസംബർ 2020 നടത്തിയിരിക്കുന്ന നിക്ഷേപം, വൺ ടൈം നിക്ഷേപം, അന്ന് 10 രൂപ, അതായത് NFOയിലാണ് എമൗണ്ട് നിക്ഷേപം നടത്തിയത്. ഇന്നത്തെ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 18.36 ഉണ്ട്. ഏകദേശം 83%ഓളം ആബ്സല്യൂട്ട് റിട്ടേണും ഏകദേശം 16%ഓളം ആനുവലൈസ്ഡ് അല്ലെങ്കിൽ CAGRും അതിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ ഈ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് ICICI Prudential ഇന്ത്യ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട് എന്ന് പറയുന്ന ഒരു ഫണ്ടുണ്ട്. 3 വർഷം ഏകദേശം 29%, 5 വർഷം ഏകദേശം 23% റിട്ടേൺസ് ഈ ഫണ്ട് നൽകിയിട്ടുണ്ട്. കൂടാതെ തന്നെ ആദിത്യ ബിർള സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ട്, ഇത് കഴിഞ്ഞ 3 വർഷം ഏകദേശം 17.7% റിട്ടേൺസ് കൊടുത്തിട്ടുണ്ട്. ഈ ഫണ്ടുകളുടെ പേരെല്ലാം ഇവിടെ മെൻഷൻ ചെയ്തത് ജസ്റ്റ് എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഇതൊരു ഇൻവെസ്റ്റ്മെൻറ്റ് റെക്കമെൻഡേഷൻ അല്ല. ഈ ഫണ്ടുകളിൽ നിന്ന് ജനറേറ്റ് ചെയ്തിരിക്കുന്ന റിട്ടേൺസ് എല്ലാം കാണിക്കുന്നത് നമ്മൾ ക്ഷമയോടുകൂടി മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം തുടർന്നാൽ തീർച്ചയായിട്ടും അതിൽ നിന്ന് നമുക്ക് നല്ലൊരു ബെനിഫിറ്റ് ലോങ് ടൈമിൽ നേടാൻ സാധിക്കുമെന്നുള്ളതാണ്. ഹ്രസ്വകാലത്തേക്ക് ഈ ഫണ്ടുകളുടെ പെർഫോമൻസ് ഒന്നും അത്ര കമൻറ്റബിൾ ആയിട്ടുള്ളതായിരുന്നില്ല. എങ്കിൽ തന്നെയും ലോങ് ടൈമിലേക്ക് ഈ ഫണ്ടുകളെല്ലാം നല്ലൊരു പെർഫോമൻസ് നൽകുന്നുണ്ട്. ഐഡൻറ്റിഫൈ ചെയ്ത അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സ്റ്റോക്കുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകതയുള്ള സ്റ്റോക്കുകളോ അല്ലെ ഫ്യൂച്ചറിൽ നല്ല റിട്ടേൺസ് നേടിക്കൊടുക്കാൻ പറ്റുന്ന ഇന്ന് വളരെ ലോ ലെവലിൽ ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്കുകളോ. അപ്പോൾ നിങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുമ്പോൾ ആയിരക്കണക്കിന് മ്യൂച്വൽ ഫണ്ട് സ്കീമുകൾ ഉണ്ടെങ്കിലും ഇതുപോലുള്ള ഏതെങ്കിലും സ്പെഷ്യൽ ആയിട്ടുള്ള ഫണ്ടുകൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ പലപ്പോഴും അതേപോലെയുള്ള നിക്ഷേപങ്ങൾ നല്ലൊരു റിട്ടേൺസ് ഇൻവെസ്റ്റേഴ്സിന് നേടിക്കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം വളരെ റിസ്കി ആയിട്ടുള്ള നിക്ഷേപങ്ങളാണ്. ഫണ്ട് മാനേജർ തിരഞ്ഞെടുക്കുന്ന കമ്പനികൾ അല്ലെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികളുടെ പെർഫോമൻസ് മോശമായി പോയാൽ തീർച്ചയായിട്ടും അത് നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ റിട്ടേൺസിനെ അഫക്റ്റ് ചെയ്യും. ഇതേപോലെയുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കിയിട്ട് വേണം ഇതേപോലെ ഉള്ള സ്പെഷ്യൽ ഓപ്പർച്യൂണിറ്റീസ് ഫണ്ടിലോ സ്പെഷ്യൽ സിറ്റുവേഷൻ ഫണ്ടിലോ നിക്ഷേപങ്ങൾ നടത്തുവാൻ വേണ്ടിയിട്ട്. നിക്ഷേപങ്ങൾ തിരഞ്ഞെടുക്കുന്നതിന് മുന്നേ നിങ്ങളുടേതായ രീതിയിലുള്ള റിസർച്ചുകൾ ചെയ്യുക. നിങ്ങൾക്കിതിനെക്കുറിച്ച് അറിയില്ല എങ്കിൽ ഇതറിയാവുന്ന ഒരു വ്യക്തിയുടെ അഭിപ്രായം തേടിയതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഈ വീഡിയോ യൂസ്ഫുൾ എന്ന് തോന്നിയാൽ ഇത് മറ്റുള്ളവരുടെ അറിവിലേക്കും ഷെയർ ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളുടെ പക്കൽ എത്തണമെങ്കിൽ ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.